സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുന്ന CPO ഉദ്യോഗാർത്ഥികൾ ഭിക്ഷാടനം നടത്തി പ്രതിഷേധിച്ചു. സമരം ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ അവഗണിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഉദ്യോഗാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. CPO ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം 10 ദിവസം പിന്നിടുകയാണ്. ഈ 10 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. തുടർ പ്രതിഷേധം എന്ന നിലയിൽ ഇപ്പോൾ ഭിക്ഷ എടുത്തുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിലെ MG റോഡിന് മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ നടപ്പാതയിലൂടെ ഈ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഭിക്ഷ എടുത്തുകൊണ്ട് കയ്യിൽ ബക്കറ്റുമായി നീതിക്ക് വേണ്ടി ഭിക്ഷയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ ഭിക്ഷ എടുക്കണമെന്ന അവസ്ഥയിലേക്ക് തലസ്ഥാനവും സംസ്ഥാനവും എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ ഭിക്ഷ എടുക്കണമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യം സർക്കാർ മാറ്റിത്തരുന്നത് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. തുടർ സമരങ്ങൾ എന്ന നിലയിൽ നിരവധി സമരങ്ങൾ നടന്നു. അതിലൊന്നും കണ്ടു തുറന്നില്ല. അവസാനം കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണവും ഉണ്ടായില്ല. ഇതൊക്കെ തുടർന്നല്ലേ വീണ്ടും ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു തെരുവിൽ ഭിക്ഷ എടുക്കേണ്ട ഗതികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എത്തിച്ചേരേണ്ടത്? അതെ, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു 8 ദിവസത്തോളം ഞങ്ങൾക്ക് ഇനിയുണ്ട്. അതിൽ ഞങ്ങൾ സർക്കാർ കൈവിടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് തുച്ഛമായ ദിവസം 8 ദിവസങ്ങൾ മാത്രമാണ്. ഈ 8 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ശരിക്കും ഒരു ദിവസം ഒന്നും വേണ്ട, 1 മണിക്കൂർ മതി ഞങ്ങൾക്ക് കുറച്ച് വേക്കൻസി വരാൻ വേണ്ടിയിട്ട്. ആ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും. അത് തന്നെയാണ് അത്ഭുതങ്ങൾ ഇനി സംഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികളുള്ളത്. സമരം ഇപ്പോഴും തുടരുകയാണ്. വലിയ രീതിയിൽ സമരം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന 11 മണി മുതൽ ആരംഭിച്ച സമരം വൈകുന്നേരം വരെ ഉണ്ടാകും. ഭിക്ഷയെടുക്കുന്ന രീതിയിൽ അവർ പ്രതിഷേധിക്കുകയും ചെയ്യും. ശക്തമായ രീതിയിൽ ഈ പ്രതിഷേധ സമരം തുടരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടാകുന്നില്ല. ഇവർക്ക് ആവശ്യമായ അർഹതപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു സമരം, നിരാഹാര സമരം ആരംഭിച്ചത്. നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ നിരാഹാര സമരത്തിൽ ക്ഷീണിച്ച് വീഴുന്നൊരു സാഹചര്യവും സംസ്ഥാനം കണ്ടതാണ്. തുടർന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സമീപനങ്ങളോ അല്ലെങ്കിൽ യാതൊരു നടപടികളോ ഉണ്ടാകുന്നില്ല. ഇതേ തുടർന്നാണ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പ്രതിഷേധിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അത്ഭുതങ്ങൾ സാധിക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സാധിക്കും എന്നൊരു പ്രതീക്ഷ കൂടി വെച്ചുപെടുത്തുന്നുണ്ട്. ഇനി ഇത് അവസാനിക്കുവാൻ ഇത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ അവസാനവട്ട പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുന്നത്. ആ സമരമിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രക്ഷോഭം എന്ന നിലയിലാണ് ഇന്ന് 10ാം ദിവസം വരുമ്പോൾ MG റോഡിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരമിരുന്ന് പ്രതിഷേധിക്കുന്നത്, ഭിക്ഷയെടുത്ത് സമരമിരുന്ന് പ്രതിഷേധിക്കുന്നത്.